നമ്മുടെ ലൈഫിൽ എപ്പോഴാണ് നമ്മൾ നിരാശരായി ആത്മഹത്യയെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നത്? ഹോപ്പ്, പ്രതീക്ഷ നഷ്ടമാണ്. നമ്മളെല്ലാവരും തന്നെ ശാരീരിക ആരോഗ്യത്തിന് നല്ല പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഒരു കാലിലൊരു പൊട്ടൽ വന്നാൽ, ഒരു നീര് വന്നാൽ, വേദന വന്നാൽ ഉടനെ തന്നെ ഡോക്ടറിന് എടുത്തു പോകും. എന്നാൽ മനസ്സിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ നമ്മൾ ഡോക്ടറിനെ സമീപിക്കാറുണ്ടോ? ഈ ഒരു 21ാം നൂറ്റാണ്ടിലും ഒരുപാട് ആൾക്കാർ ഇപ്പോഴും മാനസികാരോഗ്യത്തിനോടൊരു സ്റ്റിഗ്മ പുലർത്തി പോരുന്നുണ്ട്. അതെ, മാനസികാരോഗ്യവും ശാരീരികാരോഗ്യവും തമ്മിലൊരു ബന്ധമുണ്ട്, കണക്ഷനുണ്ട്. നമുക്ക് മാനസികാരോഗ്യം നല്ലതല്ല എന്നുണ്ടെങ്കിൽ അതുമൂലം തന്നെ പല ശാരീരികാരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട്. അതിൻ്റെ ഒരു നല്ലൊരു ഉദാഹരണമാണ് തൈറോയിഡ് പ്രോബ്ലംസ്. അതുപോലെ ആസ്മ വ്യവസാവും, സ്കിൻ കണ്ടീഷൻസ് വ്യവസാവും, ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് ഉണ്ടാവും. അതുപോലെ തന്നെ തിരിച്ചും ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ, ക്രോണിക് ആയിട്ടുള്ള ശ്വാസകോശ രോഗങ്ങൾ, ആസ്മ, ഡയബറ്റീസ്, ഇങ്ങനെയുള്ള ആൾക്കാർക്ക് കൂടുതലായിട്ട് മാനസികാരോഗ്യ പ്രശ്നങ്ങളും കണ്ടുവരാറുണ്ട്. അതുപോലെ നമ്മൾ ലോങ് ടേം സ്റ്റിറോയിഡ് പോലുള്ള മരുന്നുകൾ ഉപയോഗിക്കുന്നവർക്കും മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ കണ്ടുവരാറുണ്ട്. ഇത് ട്രീറ്റബിൾ ആയിട്ടുള്ളൊരു കണ്ടീഷനാണ്. ഒരുപാട് ആൾക്കാർക്ക് മാനസിക രോഗം അല്ലെങ്കിൽ മാനസിക പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ അത് ട്രീറ്റബിൾ അല്ല, ഇത് മാറില്ല എന്നൊരു കാഴ്ചപ്പാടുമുണ്ട്. മാറില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഈ മരുന്ന് കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മുടെ വിവാഹത്തെ ബാധിക്കുമോ, വിവാഹം ആലോചിക്കുമ്പോൾ പ്രശ്നം വരുമോ, ഇങ്ങനെയൊക്കെയുള്ള കുട്ടികളുണ്ടാവുമോ എന്നൊക്കെയുള്ള ഒരുപാട് മിഥ്യാധാരണകളും സംശയങ്ങളും ഉണ്ട്. ഇവരൊന്നും ഇത് കറക്റ്റായിട്ട് സംശയം നിവാരണം നടത്തുന്നില്ല എന്നുള്ളതാണ് സത്യം. പലരും ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്യുകയും ഇതിനുള്ള ഉത്തരങ്ങൾ കണ്ടുപിടിക്കാനായിട്ടാണ് ശ്രമിക്കുന്നത്. അതേസമയം ഒരു പ്രോപ്പർ ഒരു പ്രൊഫഷണലോട് ഒരു അഡ്വൈസ് ചോദിക്കുകയോ അവരുമായിട്ടൊരു നല്ലൊരു ഡിസ്കഷൻ നടത്തുകയോ ചെയ്യുവാണെങ്കിൽ ഈ ഒരു സ്റ്റിഗ്മയും ഈ ഒരു പ്രോബ്ലംസും ഏറെക്കുറെ നല്ല രീതിയിൽ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും.